വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഷാനു ഷാജി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് റെസിപ്പിയാണ്. നമ്മുടെ ഇഫ്താറിനൊക്കെ പറ്റിയൊരു അടിപൊളി റെസിപ്പി ആട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എന്നിട്ട് നമുക്ക് മെയിനായിട്ട് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ 2 ബ്രെഡ് നമ്മൾ ഒന്നിൻ്റെ മേലെ ഒന്നാക്കി വെച്ചിട്ട് സൈസൊക്കെ കറക്റ്റാക്കി വെക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല ഷാർപ്പ് ഗ്ലാസ്സോ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ ഇട്ട് വെക്കുന്ന അളുക്കുകളുണ്ട്, അല്ലെങ്കിൽ ആ ബോട്ടിൽസിൻ്റെ ഒക്കെ മൂടി എടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം റൗണ്ട് ഷേപ്പിൽ. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കട്ടർ ഉണ്ടെങ്കിൽ, റൗണ്ട് ഷേപ്പുള്ള കട്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചാൽ നല്ല, ഇത് അധികം ഷാർപ്പില്ലാത്ത ഗ്ലാസ്സാണ്. ഞാൻ ഒന്ന് നല്ലവണ്ണം നമ്മളൊന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ 2 ബ്രെഡും കൂടെ നമുക്ക് ഒരുമിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ബ്രെഡിൽ നിന്ന് നമുക്ക് 2 എണ്ണം കിട്ടും. നമ്മളിത് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇനി ഈ ബ്രെഡ് കളയണ്ട, ബാക്കി വന്ന ബ്രെഡ് കളയണ്ട, നമുക്കതുകൊണ്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. അപ്പോൾ സാധാരണ എല്ലാവരും ഇത് ബ്രെഡ് ക്രംസിൽ മുക്കി മുട്ടയിൽ മുക്കിയിട്ടാണ് പൊരിക്കാറ്. പക്ഷെ ഞാൻ ഇന്നിവിടെ അങ്ങനെയല്ല കേട്ടോ ചെയ്യുന്നത്. നേരിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് എണ്ണയിലോട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ എണ്ണ ചൂടായിരിക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് ഒന്ന് ഗോൾഡൻ കളറായ ശേഷം എടുക്കാം. അതായത് ലോ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം എണ്ണ കുടിക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചും മറിച്ചെടുത്ത് ആ ഒരു ഗോൾഡൻ കളറായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ആയപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിലേക്കുള്ള ഫില്ലിങ്സ് ആണ്. അപ്പോൾ ഇതിനാദ്യം നമ്മൾ കുറച്ച് ഓണിയൻസ്, കുറച്ച് വലിയ ഉള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഷവർമയിൽ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർക്കുക. ഇനി കുറച്ച് ക്യാപ്സിക്കം, ഞാനിവിടെ ഗ്രീൻ കളർ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഇത് എല്ലാതും ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ കുക്കുംബറാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഫില്ലിങ്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നതിന് കുറച്ച് സമയം, ആ സമയത്ത് ചില കുറച്ചധികം മുന്നേ ചെയ്ത് വെക്കരുത്. പിന്നെ കുറച്ച് ക്യാബേജ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ചിക്കൻ വേണം. അപ്പോൾ ഞാനിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് വേവിച്ച് ഷ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് ഷ്രെഡ് ചെയ്ത് എടുത്തിട്ടില്ല. ഇത് നിങ്ങൾക്ക് നല്ലോണം ഇങ്ങനെ നൈസ്, നമ്മൾ സമൂസക്കൊക്കെ ഉണ്ടാക്കുന്ന മാതിരി മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിത് ജസ്റ്റ് ഷ്രെഡ് ചെയ്തിട്ടുള്ളൂ. ആ ചിക്കൻ പീസ് ഇങ്ങനെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാ വെജിറ്റബിൾസും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ടൊമാറ്റോ സോസ് വേണം. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മൾ ക്വാണ്ടിറ്റി എത്ര ഉണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുപോലെ മയോണൈസ് വേണം. അപ്പോൾ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണൈസാണ്. അപ്പോൾ അത് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചിക്കൻ വേവിക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഫില്ലിങ്സ്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ച ആ ഒരു ബ്രെഡ് നമ്മൾ ജസ്റ്റ് സെൻറ്റർ നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു പോക്കറ്റ് ഷേപ്പിൽ കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ്സ് നിറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ടെപ്പേന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്നാക്കാണ്. എല്ലാവരും ഇഫ്താറിന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പാത്രം കാലിയാകുന്ന അറിയില്ല, അത്രയും ടേസ്റ്റാണ്. നമുക്ക് ശരിക്കും നല്ലൊരു എന്താ പറയുക, കഴിച്ചാലും മതി വരാത്തൊരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞാലും, ഞാൻ ഇതിൽ ബ്രെഡ് ക്രംസ്, എഗ്ഗോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഡയറക്റ്റ് ബ്രെഡ് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. പക്ഷേ ഒരു കുഴപ്പമില്ല, സൂപ്പർ ടേസ്റ്റാണ്. നല്ലോണം എന്താ പറയുക, ഫ്ലഫി, നല്ല ബ്രെഡിനൊരു പ്രശ്നമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.